ഇവിടെ രണ്ട് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞാൻ ഹരി. നമ്മള് ബക്കറ്റിൽ വെള്ളം പിടിച്ചോണ്ടിരിക്കുക. നമ്മുടെ ബക്കറ്റിൽ വെള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി കഴുകണം കേട്ടോ. വണ്ടി ഒന്ന് കഴുകിയിട്ട് വീട്ടിലോട്ട് പോകുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സല്ല. കടിച്ചു പറിക്കാനിട്ടേക്ക് ഒറ്റയടിക്ക് തീർക്കാന്നുണ്ട് അതിൻ്റെ പോലെ. നമ്മുടെ വണ്ടി പിടിപ്പുണ്ട് കേട്ടോ. ഇതുവരെ നല്ല വെയിലായിരുന്നേ. മേളിന്നുണ്ടല്ലോ, ഞാൻ വണ്ടി കഴിക്കാൻ വെള്ളം കൊണ്ടുവന്ന് ചുമന്ന് താഴെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ വീണ്ടും മഴക്കോളായി. വണ്ടി ഫുള്ള് പൊടിയായിട്ടിരിക്കുക. ഇവിടെ കൊണ്ടിട്ട് കുറേ നാളായി എടുത്തിട്ട്. അന്ന് ലാസ്റ്റ് വീഡിയോ ഇട്ടില്ലേ, അന്നെടുത്തയാ. ഫുള്ള് ചെളി പൊടിയായിട്ടിരിക്കുക. വണ്ടി ഇവിടെ അല്ല വെക്കുന്നത് കേട്ടോ. വണ്ടി കണ്ട് അതിനകത്താണ് വെക്കുന്നത്. ഗോഡൗണിൽ സാധനം വരുമ്പോൾ അവർ ചേട്ടന്മാരെടുത്ത് വെളിയിലോട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ അവർ പോയി കഴിയുന്നതിനടുത്ത് അകത്ത് വെക്കുന്നത്. എന്തായാലും എടുത്ത് വെച്ചില്ല. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ട് ഈ പെടോക്കിനകത്ത് നല്ലല്ലോ വേണം. പെടോക്കില്ലെങ്കിൽ എന്താണ്, നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ അതിനകത്ത് വെച്ച് ഇപ്പോൾ വണ്ടി പൊക്കിയെന്ന് വെച്ച്. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കഴിക്കാൻ. ഇനി ഫുഡൊന്ന് കഴിക്കണം. ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒന്ന് വീട്ടിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗോപുറ ഇടയ്ക്കൊക്കെ വർക്കിംഗ് ആവില്ല കേട്ടോ. അത് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്നാലും പോകുന്ന വഴിക്കുള്ള വിഷ്വൽസൊക്കെ ഞാൻ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസൊക്കെ എടുക്കാം. എൻ്റെ വീട് സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കടമാണ്. ഗേസ് പണിയായിട്ട് ഗേസ് ബാറ്ററി പോയി. വണ്ടി സ്റ്റാർട്ടായി. നമുക്ക് നമ്മുടെ വണ്ടി പണി തന്നു ഗൈസ്. വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിരുന്നായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഓണാവുന്നില്ല. ഇപ്പോൾ ബാറ്ററി മാറാമെന്ന് വിചാരിച്ചു. ഇത് മാറാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന പാടം എനിക്കറിയാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ MVD ഓഫീസാണ്. ഈ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി കേട്ടോ. അപ്പം 2021 മോഡലല്ലേ, 6 വർഷമായി, 5 വർഷമായി. ഇതാണ് മെയിൻ പ്രശ്നം. പൈസ എങ്ങനെയാലും സേവ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു വള്ളി വരും. ആ വള്ളി വന്ന് ഇനി എത്ര നാളാണെന്നും പറഞ്ഞ് ഇടിച്ചെടുക്കുന്നത്. ബാറ്ററി ഡൗൺ ആയിരുന്നു. എന്തായാലും മാറണ്ടേ, മാറിയേക്കാന്ന് വിചാരിച്ചു. അപ്പം കൂട്ടുകാരൻ്റെ അടുത്ത് വിളിച്ച് വെച്ചോക്കാൻ പറഞ്ഞ് SF-ൻ്റെ ബാറ്ററി മേടിച്ച് വെച്ചാൽ മതി, അല്ലെ ആമറോ മേടിച്ച് വെക്കാൻ പറഞ്ഞു. നമ്മൾ വേറെ കടയിലോട്ട് പോവാണ്. ഒരുത്തനെ വിളിച്ചിട്ടുണ്ട്, കുറേ നേരമായിട്ട് വരുക എന്ന് പറയുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പുനലൂർ ജംഗ്ഷൻ വരെ നടന്നു പോകും. ഫൈനലി ഞങ്ങൾ ആമറോണിൻ്റെ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി എടുത്തപ്പോൾ ഏതാണ്ട് 1500 1600 ആയിട്ടുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാവോ നോക്കട്ടെ. ഇവിടെ രണ്ട് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ എത്ര മണിക്ക് പോകാനൊരുങ്ങിയാ നിങ്ങൾക്കറിയാം. കൈയൊക്കെ കണ്ട ബാറ്ററി അങ്ങ് മാറി. കോപ്പ് അതിൻ്റെ മൂട് കൂടി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കിടില റെഡ് സിൽക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ചാട കാണിച്ച് പോയെങ്കിലും പിന്നെ എൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വണ്ടി തിരിച്ചിട്ട് അവരുടെ പുറയിൽ ഇങ്ങനെ പൂവാലന്മാർ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന പോലെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അവരടുത്ത് ഒതുക്കുന്ന സമയപ്പോൾ ഞാൻ 2-3 മോൺ അടിച്ചിട്ട് വണ്ടി നിർത്തുമെന്ന് ചോദിച്ചു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി കാണാൻ ചേട്ടാ, അടിപൊളിയാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചു. എൻ്റെ ഫോട്ടോ അല്ല, ഞാൻ എൻ്റെ വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചേക്കാം. കൊറിയണ്ടച്ചാന്ന് പറഞ്ഞാൽ പറയണ്ടച്ചായിട്ടുണ്ട്. കല്യാണ ചെറുക്കം വരുന്നത്. എടാ നിന്നെ ഇങ്ങനെ അമ്മൂമ്മ പറഞ്ഞ തലതെറിച്ച് വരുത്തരുന്നു. ഇവിടെ തലതെറിച്ച് വരുത്തരുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്ന കാര്യം. എനിക്ക് ഭ്രാന്തായി. പിന്നെ ഇപ്പം എവിടെ ടൂറിസ്റ്റ് ബസ് ഉണ്ടായാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കും. അത് മാത്രമല്ല, നമ്മുടെ കൊല്ലം അഭിമാനമുള്ള കുറേ ടൂറിസ്റ്റ് ബസ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കംബാക്ക് ആഗ്രഹിക്കുന്ന ഒറ്റൊരു ബസ്സേ ഉള്ളൂ, അത് മൂൺലൈറ്റാണ്. അപ്പം എല്ലാവരും പറയുന്ന വണ്ണസിൻ്റെ കൂടെ അന്ന് പിടിച്ചു നിന്ന ഒറ്റ ബസ്സേ ഉള്ളൂ എൻ്റെ പരിചയത്തിൽ, അത് മൂൺലൈറ്റ് മാത്രമേ. പിന്നെ നമ്മുടെ താജ്മഹലുണ്ട്, ഉത്രാടമുണ്ട്, പിന്നെ അടൂരാണ് ഞാൻ പഠിച്ചത് +1 +2. അന്ന സമയത്തൊക്കെ നല്ലൊരു ഓളം സൃഷ്ടിച്ച ബസ്സുണ്ട്, ഒവിൽ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്.
പറയുന്നത് അവർ അടിപൊളി വണ്ടിയാണ് അവരുടെ എല്ലാം. പിന്നെ ദശാവതാർ, വണ്ണസിന്റെ ദശാവതാർ വരുന്നതിന് മുമ്പ് ഒരു അടിപൊളി വില്ലനിസം ഇറക്കിയ ഒരു വണ്ടി ഒവിലിന്റെ EQ എഡിഷൻ എന്ന് പറയുന്നൊരു വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ദശാവതാർ ഇറങ്ങിയതാണ്. വണ്ണസിന്റെ ഒക്കെ കൂട്ട് തന്നെ ഒരു കിടിലൻ സ്ക്വാഡ് ഉണ്ടായിരുന്നു അത് കേട്ടോ പണ്ട്. വണ്ടിയുടെ പേരെന്ന് പറയുമ്പം ഫ്രണ്ടിൽ തടത്തിൽ എഴുതിയേക്കുന്നത് ഒരു ശ്രീ എന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കിടിലൻ ബ്രാൻഡ്. ആ ഒരു ഗ്രൂപ്പും അവരിപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ വണ്ണസിന്റെ ഒക്കെ കൂട്ടൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് JBL കാണുന്നത്, ഒരുപാട് JBL വെച്ചേക്കുന്ന ഒരു വണ്ടി കാണുന്നത്. അതിപ്പോ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ കല്യാണത്തിന് പോകാനുള്ള കാരണം എന്നെ കല്യാണം വിളിച്ചിട്ടില്ല. നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മച്ചാനെ വീഡിയോ എടുക്കണോ, വണ്ണസും കൊമ്പനും നജാത്തും വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ. നജാത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ഒരു കിടിലൻ ഗ്രൂപ്പാണ്. അവരുടെ കിടിലൻ വണ്ടിയുടെ ഒരു ഫുൾ ഇൻട്രോ പോലെ ഒരു വീഡിയോ ഇറക്കുന്ന നജാത്തുകാരാ. ഒരു അടിപൊളി വീഡിയോ അത് ഞാൻ ആദ്യമായിട്ട് കണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഒരു ത്രില്ല് പോയൊരു വീഡിയോ എടുത്താലോ. ഞാൻ പോയി കല്യാണത്തിന് പോയി കണ്ട് വീഡിയോ എടുത്തിട്ടോ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് 100K വ്യൂവേഴ്സ് ആയി ആ വീഡിയോക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അത് മാത്രമല്ല നമ്മുടെ നെസ്റൂക്ക അറിയാമോ, വണ്ടികളെ പറ്റിയൊക്കെ പറയുന്ന നെസ്റൂക്ക, പായിക്ക എന്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാ എനിക്ക് ആ വീഡിയോ കൊള്ളാൻ വരുമോ, അപ്പൊ ചോദിച്ചു തീർച്ചയായിട്ടും തരാം, ആ നല്ലൊരു വീഡിയോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സദ്യ കൊണ്ടാൻ വന്നിരിക്കുകയാണ്. വീട്ടില് മുളക് മേളി കഴിവിട്ടിട്ടുണ്ട്, മല്ലിയും കഴിവിട്ടിട്ടുണ്ട്. നമ്മുടെ ശിഷ്യനെ നമ്മളിവിടെ അസിസ്റ്റന്റിനെ ഇറക്കിയിട്ടുണ്ട്. മുളകും മല്ലിയും ഉണക്കിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് തരത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ആ പണി ചെയ്തിട്ട് ഇനി വണ്ടിയിലെ പണിയിലോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ രാത്രി വണ്ടി കൊണ്ടുവന്ന് കഴിവിട്ടുണ്ട്. ഈബയാണ് നമ്മുടെ വണ്ടി കഴിവിയത്. സോ വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നമ്മുടെ ശിഷ്യൻ, നമ്മുടെ അസിസ്റ്റന്റിന് കളിയുണ്ട്. വേറെ കളിയല്ല, പന്ത് കളി ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. പുറത്ത് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ ജബർമ തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജബർമ ഇപ്പോൾ വരും. ഇവിടെ ഭയങ്കര മഴ കളി കാണുന്നുണ്ട്. കടലിന്റെ ചൂടുമായി വിട്ടുകൊടുക്കാത്ത സൈന്യഭൂമിത്തല്ലാത്ത പാതകളുമായി ചക്രവർത്തിയുടെ തീരത്ത് വട്ടമിട്ട് കിടക്കുന്ന 7 ചക്കര മുതൽ അടുത്ത കളി കണ്ട അമ്പാടിയൊക്കെ ഇവിടെ റെയിൻ കോട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ അമ്പാടിയുടെയൊക്കെ കളിയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പം സമയം 1 മണിയാവുന്നു. നമ്മുടെ അമ്പാടി ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞ നിൽക്കും. കമന്റ് ബോക്സിന്റെ വലത്തു നിന്നും ഇടത്തോട്ട് വന്ന് തട്ടുന്നു. അടുത്ത മത്സരം IFC ചില്ലക്കൽ തിരുവല്ല. ഗായ്സ് നമ്മുടെ പന്ത് കഴിഞ്ഞ് അമ്പാടിയുടെ ടീം തോറ്റുപോയി ഗൈസ്. പെനാൽറ്റി തോറ്റുപോയി. നല്ല കളിയായിരുന്നു, ബട്ട് പെനാൽറ്റി. വണ്ടിയിൽ അടുത്തൊരു കിഡിലെ അപ്ഡേഷനായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റേ ട്യൂൺ നോക്കിയിരുന്നോ. നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു മാസ് മെരിക്ക് വീഡിയോ ആയിരിക്കും. നമ്മൾ യൂട്യൂബ് കത്തിക്കും. അപ്പം ബൈ ബൈ.